പല പല പാപങ്ങൾ ചെയ്യാനും തുടങ്ങി. അവർക്ക് ദുഷ്ടനായ ഒരു രാജാവുണ്ടായിരുന്നു. അവൻ അവരെ ദ്രോഹിക്കുകയും ക്രൂരമായി പീഡിപ്പിക്കുകയും ചെയ്തിരുന്നു. അദ്ദേഹം പലപ്പോഴും യുദ്ധങ്ങൾ നടത്തുകയും രാജ്യത്തിന്റെ വിഭവങ്ങൾ തകർക്കുകയും ചെയ്തിരുന്നു. ഇസ്രായേല്യർ യുദ്ധത്തിന് പോകുമ്പോൾ നിയമപ്പെട്ടകം ചുമന്നുകൊണ്ടു പോകുമായിരുന്നു. ഈ പെട്ടകം ചുമക്കുന്നതുകൊണ്ട് അവർക്ക് ഭാഗ്യമുണ്ടാകുമെന്ന് കരുതിയതിനാലാണ് അവരങ്ങനെ ചെയ്തത്. ഒരു തവണ യുദ്ധം നടക്കുമ്പോൾ പലസ്തീൻ സേന ആ പെട്ടകം ഒളിപ്പിച്ചുവെച്ചു. അവർക്ക് ആ പെട്ടകം നഷ്ടപ്പെടുക മാത്രമല്ല, ആ യുദ്ധത്തിൽ അവർ പരാജയപ്പെടുകയും ചെയ്തു. സംഭവിച്ചതെന്തെന്ന് രാജാവ് അറിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഹൃദയാഘാതം സംഭവിക്കുകയും ഉടനെ തന്നെ മരിക്കുകയും ചെയ്തു. ഇസ്രായേല്യർക്ക് അവരുടെ രാജാവിനെ നഷ്ടപ്പെട്ടു. ഇടയനില്ലാത്ത ആട്ടിൻപറ്റങ്ങളുടെ അവസ്ഥയായിരുന്നു അവർക്കപ്പോൾ. അല്ലാഹു അവരിലേക്ക് ഷമ്മിൽ എന്നു പേരുള്ള പ്രവാചകനെ അയച്ചു. അവർ ഇപ്പോൾ വളരെ സന്തോഷവാന്മാരാണ്. ശക്തനായ ഒരു നേതാവിനെ തിരഞ്ഞെടുക്കാൻ അവർ പ്രവാചകനോട് ആവശ്യപ്പെട്ടു. അവർക്ക് പലസ്തീൻ സൈന്യവുമായി യുദ്ധം ചെയ്ത് നിയമപ്പെട്ടകം തിരിച്ചെടുക്കണമായിരുന്നു. പ്രവാചകന് അവരുടെ ബലഹീനത അറിയാമായിരുന്നു. യുദ്ധത്തിന്റെ സമയമെത്തുമ്പോൾ നിങ്ങൾ എന്നെ നിരസിക്കുമെന്ന് ഞാൻ ഭയപ്പെടുന്നു, അദ്ദേഹം പറഞ്ഞു. എന്നാൽ അല്ലാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യാൻ തയ്യാറാണെന്ന് ജനങ്ങൾ പ്രവാചകന് ഉറപ്പുകൊടുത്തു. അന്ന് രാത്രി പ്രവാചകൻ അല്ലാഹുവിനോട് മാർഗദർശനത്തിനായി പ്രാർത്ഥിച്ചു. തലൂത്ത് എന്നു പേരുള്ള ഒരു വ്യക്തിയെ അവരുടെ രാജാവായി തിരഞ്ഞെടുക്കാൻ അല്ലാഹു പ്രവാചകനെ അറിയിച്ചു. എന്നാൽ പ്രവാചകൻ ഇപ്പോൾ ആശയക്കുഴപ്പത്തിലായി. തലൂത്ത് എന്ന വ്യക്തിയെ എങ്ങനെ തിരിച്ചറിയും എന്ന് അദ്ദേഹം അല്ലാഹുവിനോട് ചോദിച്ചു. കുറച്ചു കഴിഞ്ഞാൽ തലൂത്ത് സ്വയം പ്രവാചകന്റെ അടുത്തേക്ക് വരുമെന്ന് അല്ലാഹു പ്രവാചകനോട് പറഞ്ഞു. അപ്പോൾ രാജ്യത്തിന്റെ നിയന്ത്രണം തലൂത്തിന് കൈമാറണമെന്ന് നിർദ്ദേശവുമുണ്ടായി. തലൂത്ത് പൊക്കം കൂടിയ കരുത്തനും ബുദ്ധിമാനുമായ ഒരാളായിരുന്നു. ദൂരെ ഒരു കൃഷിസ്ഥലത്ത് അദ്ദേഹം പിതാവിനോടൊപ്പം താമസിക്കുകയും അദ്ദേഹത്തോടൊപ്പം വയലിൽ ജോലി ചെയ്യുകയും ചെയ്തിരുന്നു. ഒരു ദിവസം തന്റെ ജോലിക്കാരനോടൊപ്പം കാണാതായ കഴുതകളെ അന്വേഷിച്ച് നടക്കുകയായിരുന്നു തലൂത്ത്. അവർ ദിവസങ്ങളോളം സഞ്ചരിച്ചു. എന്നാൽ അവർക്ക് അവയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. അവർ ഇപ്പോൾ വളരെ ക്ഷീണിതരായിരുന്നു. എന്റെ പിതാവിപ്പോൾ വിഷമിക്കുന്നുണ്ടാവും. ബാക്കി മൃഗങ്ങളെ എനിക്ക് പരിപാലിക്കേണ്ടതുണ്ട്. നമുക്ക് തിരിച്ചു പോകാം, തലൂത്ത് തന്റെ ജോലിക്കാരനോട് പറഞ്ഞു. അപ്പോൾ ജോലിക്കാരൻ മറുപടി പറഞ്ഞു, ഇത് പ്രവാചകൻ ഷമ്മിൽ ജീവിക്കുന്ന സ്ഥലമാണ്. നമുക്ക് അദ്ദേഹത്തെ പോയി സന്ദർശിക്കാം. നഷ്ടപ്പെട്ട കഴുതകളെക്കുറിച്ച് നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കുകയും ചെയ്യാം. അവർ പ്രവാചകനെ കാണാനായി പോയി. വെള്ളം കൊണ്ടുപോകുന്ന സ്ത്രീകളോട് വഴി ചോദിച്ച് അവർ മുന്നോട്ട് നടന്നു. ആ കാണുന്ന മലമുകളിലാണ് നബിയുടെ വീട്. സ്ത്രീകൾ മറുപടി പറഞ്ഞു. അവർ പറഞ്ഞതുപോലെ തലൂത്തും ജോലിക്കാരനും മലമുകളിലേക്ക് നടന്നു. അവസാനം അവർ പറഞ്ഞ സ്ഥലത്തെത്തി. അപ്പോൾ പ്രവാചകന്റെ വീടിന് മുന്നിൽ വലിയ ഒരാൾക്കൂട്ടത്തെ അവർ കണ്ടു. പ്രവാചകൻ ആൾക്കൂട്ടത്തിന് മുന്നിൽ നിൽക്കുന്നത് തലൂത്ത് കണ്ടു. അദ്ദേഹം ഒരു വിശുദ്ധനാണെന്ന് തലൂത്ത് തിരിച്ചറിഞ്ഞു. തലൂത്ത് ദൂരെ നിൽക്കുന്നത് പ്രവാചകൻ കണ്ടു. ഇസ്രായേലിന്റെ രാജാവായി തിരഞ്ഞെടുക്കപ്പെട്ട തലൂത്ത് ആണ് അതെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. തലൂത്ത് ബഹുമാനത്തോടെ പ്രവാചകനെ അഭിവാദ്യം ചെയ്തു. തുടർന്ന് അദ്ദേഹം നഷ്ടപ്പെട്ട കഴുതകളെക്കുറിച്ച് അദ്ദേഹത്തോട് ചോദിച്ചു. വിഷമിക്കേണ്ട, കഴുതകൾ നിങ്ങളുടെ പിതാവിന്റെ സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്, പ്രവാചകൻ പറഞ്ഞു. ഇസ്രായേൽ ജനതയെ നയിക്കുവാൻ അല്ലാഹു അവനെ തിരഞ്ഞെടുത്തതായി തലൂത്തിനെ അറിയിച്ചു. അദ്ദേഹം ഏറ്റെടുക്കേണ്ട ചുമതലകളെക്കുറിച്ച് പ്രവാചകൻ അദ്ദേഹത്തോട് പറഞ്ഞു. അവരെയെല്ലാം ഒറ്റക്കെട്ടായി നിർത്തുകയും ശത്രുക്കളിൽ നിന്ന് അവരെ സംരക്ഷിക്കുകയും ചെയ്യണമെന്നും പറഞ്ഞു. അയാൾക്ക് വാഗ്ദാനം ചെയ്ത ഈ ബഹുമതി കേട്ട് തലൂത്ത് അമ്പരന്നു. അതൊരു വലിയ ഉത്തരവാദിത്വമായിരുന്നു. നേതൃസ്ഥാനം വഹിക്കാൻ അദ്ദേഹത്തിന് അറിയില്ലെന്നും അതിനുള്ള സമ്പത്ത് അദ്ദേഹത്തിനില്ലെന്നും അദ്ദേഹം പ്രവാചകനോട് പറഞ്ഞു. അത് അല്ലാഹുവിന്റെ കൽപ്പനയാണെന്ന് പറഞ്ഞ് പ്രവാചകൻ അദ്ദേഹത്തെ ശാന്തനാക്കി. അടുത്ത രാജാവായി അദ്ദേഹത്തെ പ്രവാചകൻ ജനങ്ങൾക്ക് പരിചയപ്പെടുത്തി. എന്നാൽ ജനങ്ങൾക്കതിൽ സന്തോഷമുണ്ടായിരുന്നില്ല. അവൻ ബിനിയാമിൻ ഗോത്രത്തിൽ നിന്നാണ്, ആളുകൾ വിളിച്ചു പറഞ്ഞു. അവൻ ജനിച്ചത് സമ്പന്നനായിട്ടല്ല എന്ന് മറ്റൊരാൾ വിളിച്ചു പറഞ്ഞു. അവനേക്കാൾ രാജ്യത്വമുള്ളവർ നമുക്കിടയിലുള്ളപ്പോൾ അവനെങ്ങനെ നമ്മുടെ രാജാവാകും? അവനൊരു സമ്പത്തുമില്ല. എന്നാൽ പ്രവാചകൻ ശാന്തമായി പറഞ്ഞു, തലൂത്തിനെ നിങ്ങളുടെ രാജാവായി അല്ലാഹു നിയമിച്ചതാണ്. അല്ലാഹു ഇവന്റെ കഴിവും അറിവും വർദ്ധിപ്പിക്കും. അവൻ ഉദ്ദേശിച്ചവർക്ക് അവന്റെ ആധിപത്യം നൽകും. അവൻ സർവജ്ഞാനിയാണ്. തലൂത്തിനെ രാജാവായി തിരഞ്ഞെടുക്കുകയല്ലാതെ അവർക്ക് വേറെ വഴിയില്ലായിരുന്നു. അവർക്കതിൽ വിഷമമുണ്ടായിരുന്നു.
തലൂത്ത് രാജാവായി നിയമിതനായി. അയാൾ തന്റെ സൈന്യത്തെ സംഘടിപ്പിച്ചു. ഉത്തരവാദിത്വങ്ങൾ ഒന്നുമില്ലാത്തവർ മാത്രം സൈന്യത്തിൽ ചേർന്നാൽ മതിയെന്ന് അദ്ദേഹം ആജ്ഞാപിച്ചു. വിവാഹം കഴിച്ചവർ, ജോലിക്കാർ, കച്ചവടക്കാർ ഇവരൊന്നും സൈന്യത്തിൽ ചേരേണ്ടെന്ന് പറഞ്ഞു. അദ്ദേഹം അവർക്ക് കഠിന പരിശീലനവും കർശന നിയമങ്ങളും നൽകി. കുറച്ചു ദിവസം കഴിഞ്ഞ് തലൂത്ത് പലസ്തീൻകാരോട് യുദ്ധം ചെയ്യാൻ തയ്യാറായി. അവർ മരുഭൂമിയിൽ കൂടി ദിവസങ്ങളോളം സഞ്ചരിച്ചു. ദിവസങ്ങൾ സഞ്ചരിച്ചതിനുശേഷം അവർ ഒരു പുഴയുടെ തീരത്തെത്തി. അപ്പോൾ അദ്ദേഹം തന്റെ സൈന്യത്തെ ഒന്ന് പരീക്ഷിക്കാൻ തീരുമാനിച്ചു. നദിയിൽ നിന്ന് വെള്ളം കുടിക്കുവാൻ നിങ്ങളെ അനുവദിച്ചിരിക്കുന്നു. നിങ്ങളുടെ ദാഹം ശമിപ്പിക്കാൻ വേണ്ടി മാത്രമാണ്. അതിലപ്പുറം കുടിക്കരുത്, അദ്ദേഹം അവരോട് കൽപ്പിച്ചു. എന്നാൽ പടയാളികൾ വളരെ ക്ഷീണിതരായിരുന്നു. അവരിൽ പലരും ആവശ്യമുള്ളതിനേക്കാൾ കൂടുതൽ കുടിച്ചു. ഇത് കണ്ടപ്പോൾ തലൂത്ത് നിരാശനായി. അദ്ദേഹത്തെ അനുസരിക്കാത്തവരെ ഉടനെ തന്നെ പറഞ്ഞുവിട്ടു. ആത്മാർത്ഥത തെളിയിച്ചവരെ മാത്രം അദ്ദേഹം നിലനിർത്തി. ഇതുപോലെ അയാൾ തന്റെ സൈന്യത്തെ പല പരീക്ഷണങ്ങൾക്കും വിധേയരാക്കിയിരുന്നു. അവർ പലസ്തീനിലെ സൈന്യവുമായി മുഖാമുഖം വന്നപ്പോൾ 30 പടയാളികൾ മാത്രമേ ബാക്കിയുണ്ടായിരുന്നുള്ളൂ. പക്ഷേ തലൂത്ത് അസ്വസ്ഥനായില്ല. എണ്ണത്തേക്കാൾ അദ്ദേഹം ഗുണനിലവാരത്തിൽ വിശ്വസിച്ചു. അവിശ്വസനീയരായ ഒരു വലിയ സൈന്യത്തെക്കാളും വിശ്വാസികളായ ഒരു ചെറിയ സൈന്യമാണ് നല്ലതെന്ന് അദ്ദേഹം കരുതി. ഈ ചെറു സൈന്യവുമായി അദ്ദേഹം പലസ്തീൻ സൈന്യത്തെ നേരിട്ടു. അവർ ശക്തരും അവരുടെ കയ്യിൽ ധാരാളം ആയുധങ്ങളുമുണ്ടായിരുന്നു. അവരെ നയിച്ചിരുന്നത് ഫലസ്തീനിൽ നിന്നുള്ള യുദ്ധവീരനായ ഗോല്യാത്തായിരുന്നു. അയാൾ വലിയ ശക്തനും ഭീമാകാരനുമായിരുന്നു. ഇത്രയും വലിയ സൈന്യത്തെ കണ്ടയുടനെ തലൂത്തിന്റെ ആളുകൾ ഓടിപ്പോയി.